नमस्ते। आज की कक्षा में सबको स्वागत। पिछली कक्षा में अनामिका के बारे में पढ़ा। अनामिका ने लिखी हुई एक छोटी कविता है मौसिया। मौसिया कविता में हमारे परिवार के संबंधों को परंपरागत मूल्य, नए समाज का यांत्रिक जीवन, नष्ट हुए रीति रिवाज आदि के बारे में कह रहे हैं। यहाँ आज मनुष्यता भी नष्ट हो रहा है। मौसिया कविता में मौसिया बारिश में धूप की तरह आती है। वह थोड़े समय के लिए आती है, वे अचानक आती है। यहाँ एक लड़की गर्भवती होने की खबर सुनकर ये मौसिया आती है। यहाँ आते समय उसके हाथ के बुने हुए स्वेटर, तिल के लड्डू और साड़ी लेकर वे आती है। ये गर्भ होने की हालत में ये लड़की को झूला झुलाने के लिए और पहले मितले की खबर सुनकर गर्भ को सहलाने के लिए और अंतिम रपट, ग्रह चक्र, बिस्तर और गुदरा उदासियों के या गर्भकाल के आलस्य को दूर करने का सलाह देने के लिए वे आती हैं। पहली मितले की खबर वरना गर्भवती होने की खबर सुनकर और यहाँ अंतरिम रैपिड बताने के लिए, ग्रह चक्र बताने के लिए और गर्भकाल के आलस्य को कैसे दूर करना चाहिए इसके बारे में सलाह देने के लिए ये मौसिया आती है। मौसिया यहाँ आते समय घर के आसपास साफ करती है, सभी झाले झाड़ती है, बक्से साफ करते हैं और बहुत मेहनत से उस लड़की के उलझे बाल को सुलझाती है और ठीक कर देती है। छोटी भी ठीक कर देती है और उस समय स्नेह से डांटती भी जाती है, हे पगली, तू किस सोच विचार में रहती है? आज तुम्हारी बालों की गांडें भी ठीक से निकालती नहीं। ഇവിടെ വരുന്നത് മൗസിയം എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടർത്ഥത്തിൽ പറയാം. മദർ സിസ്റ്റർ എന്ന് പറയാം, അച്ഛൻ്റെ പെങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, ആൻറ്റി ആയിട്ട് വരും. അപ്പോൾ പെട്ടെന്ന് ഓടി വരുന്ന, അതായത് മഴയുടെ ഇടയിൽ വെയിൽ പരക്കുന്നത് പോലെ പെട്ടെന്ന് ഓടി വരികയാണ്. സന്തോഷ വാർത്ത അറിയുമ്പോൾ പെട്ടെന്ന് ഓടി വരികയാണ്. കയ്യിൽ പലഹാരവും അതുപോലെ തന്നെ സ്വെറ്ററും സാരിയൊക്കെ ആയിട്ട് അവർ ഓടി വരികയാണ്. കുറേ ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ടാണ് പിന്നെ അവർ മടങ്ങിപ്പോകുന്നത്. ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള ആൻറ്റിമാരില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ആ കാലഘട്ടം കഴിഞ്ഞു പോയി എന്ന് പറയുന്നത്. നമ്മളെടുക്കാൻ പോകുന്നതാണ് തേർഡ് സ്റ്റാൻസയാണ്. ബാലോं के बहाने वे गांडें सुलझाती है जीवन की, करती है परिहास, सुनाती है किस्से और फिर हंसती हंसाती दबी सदी आवाज़ में बताती जाती है. चटनी, अचार, मूंगफलियाँ और बेस्वाद संबंध, चटपटा बनाने के गुप्त मसाले और नुस्खे, सारी उन तकलीफ़ों के जिन पर ध्यान भी नहीं जाता औरों का. बालों के बहाने वे गांडें सुलझाती है. वो बालों के बहाने कहने के साथ वे उनके जीवन की गांडें भी सुलझाती हैं. അതായത് മുടിയുടെ കെട്ടുകൾ അല്ലെങ്കിൽ ആ കെട്ട് പിടിച്ച് കിടക്കുന്ന മുടി നിവർത്തിയിടുന്നത് പോലെ അല്ലെങ്കിൽ അത് പ്രശ്നം പരിഹരിക്കുന്നത് പോലെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കുരുക്കുകൾ അല്ലെങ്കിൽ കെട്ടുകൾ അതും പരിഹരിക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചു കൊടുക്കുന്നു. और करती है परिया, सुनाती है किस्से. ये मौसिया
उस लड़की को परिहास करती है, कभी कभी परिहास करती है, कभी किस्से सुनाती है. അപ്പോൾ അവരിടയ്ക്കിടയ്ക്ക് ഒരു കളിയാക്കുന്നുണ്ട്, അതുപോലെ കിസ്സെ സുനാത്തി ഹെ കഥകൾ പറഞ്ഞ് കേൾപ്പിക്കുന്നുണ്ട്. ഫിർ ഹസ്തി ഹസാത്തി ഹെ അവർ ചിരിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യണം ചെയ്യുന്നത്. അപ്പോൾ ഈ പെൺകുട്ടിയെ കാണാൻ വന്ന സന്തോഷത്തോടുകൂടി വന്ന് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതെല്ലാം പരിഹരിക്കുന്നു. മുടിയുടെ കെട്ട് അല്ലെങ്കിൽ ആ കുരുക്കഴിക്കുന്നത് പോലെ തന്നെ ജീവിതത്തിലെ കുരുക്കളോട് അയച്ചു കൊടുക്കണം, നല്ല സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. അതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് കളിയാക്കുന്നുണ്ട്, ഇടയ്ക്ക് കഥകൾ പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ട്. ഫിർ ഹസാത്തി ഹസ്തി അവർ ചിരിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യണം ചെയ്യുന്നത്. ദബി സതി ആവാസ് മേം പതാത്തി ജാതി ഹി. ദബി സതി അതായത് പതിഞ്ഞ സ്വരത്തിൽ, അല്ലെങ്കിൽ ദബി ആവാസ് മേ അതായത് അമർത്തിയ സ്വരത്തിൽ പതുക്കെ ബതാത്തി ജാതി ഹി അവർ പറയുന്നുണ്ട്. ചട്നി അച്ചാർ മൂങ്ക് ബടിയാം. ചട്നി എങ്ങനെ തയ്യാറാക്കാം, അച്ചാർ എങ്ങനെ തയ്യാറാക്കാം, മൂങ്ക് ബടിയാം പരിപ്പോട എങ്ങനെ തയ്യാറാക്കാം, इसके बारे में भी कहती है. दबी आवाज़ में बताती जाती है चटनी अचार और मूंग बड़िया कैसे തയ്യാർ करना है. എങ്ങനെയാണത് ഉണ്ടാക്കുക. ये चटपटा शीघ्र कैसे बनाते हैं അതെങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുക. और ബേസ്വാദ് സ്വാദില്ലാത്തതിനെ കുറിച്ച്, ബേസ്വാദിനെ കുറിച്ചും ബേസ്വാദ് സംബന്ധ് बेस्वाद के संबंध में भी बताती जाती है. ये कैसे, ये चटनी अचार मूंग बड़िया बहुत शीघ्र से कैसे तैयार करना चाहिए और बेस्वाद के बारे में उसके संबंध में भी कहा जाता है. और चटपटा बनाने के गुप्त मसाले, चटपटा बनाना शीघ्र बनाने की गुप्त रहस्य, ये कैसे शीघ्र बनाना इसका रहस्य भी बता देते हैं. എങ്ങനെയത് പെട്ടെന്ന് തയ്യാറാക്കാമെന്നുള്ള രഹസ്യം കൂടി പറഞ്ഞു കൊടുക്കുന്നു. പിന്നെന്താണ് ഗുപ്ത് മസാലേ, മസാലേ കൈസേ തയ്യാർ കർനാ ഹേ ഉസ്കാ രഹസ്യ ബി ബത്താ ദേത്തെ ഹേ. എങ്ങനെയാണ് മസാല കൂട്ടുകൾ അതെങ്ങനെ തയ്യാറാക്കാമെന്നുള്ള രഹസ്യമൊക്കെ പെൺകുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. और नुस्खे सारी उन तकलीफ़ों के जिन पर और नुस्खे भी देते हैं, ये उपदेश भी देती है. ये कैसे तैयार करना है उसका बेस्वाद के बारे में कहते हैं, मसाला के रहस्य के बारे में कहते हैं, उसके लिए उपदेश भी देते हैं. നുസ്ഖ എന്ന് പറഞ്ഞാൽ കുറിപ്പുകൾ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ഉപദേശങ്ങൾ കൊടുക്കുന്നു. സാരി ഉൻ തക്ലീഫോം കെ ജിൻ പർ ഉപദേശ് ദേത്തെ ഹി. തക്ലീഫ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, അതിൻ്റെ പിന്നിലുള്ള അതിൻ്റെ പുറകിലുള്ള ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. സാരി ഉൻ തക്ലീഫോം കെ ജിൻ പർ ധ്യാൻ ബി നഹീം ജാത്ത അവരോംക എന്നാൽ ദൂസരോംക. അപ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവരോംക യാ ദൂസരോംക ധ്യാൻ ബി നഹീം ജാത്ത, മറ്റുള്ളവർ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാറില്ല എന്ന് പറയുന്നത്. അപ്പോൾ എന്തെല്ലാമാണ് പ്രശ്നങ്ങൾ അത് മനസ്സിലാക്കി അത് പരിഹരിക്കാനായിട്ട് സഹായവുമായിട്ടാണ് ഈ ആൻറ്റിമാർ വരുന്നത്, ഈ മൗസിയം വരുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് ഇവിടെ ബാലം കെ ബഹാനെ കെ നാം പർ अपने जीवन की गांडें भी सुलझाने के लिए मौसियाँ आती है. वे कभी प्रयास करते हैं, कभी किस्से सुनाते हैं, कहानियाँ सुनाते हैं, कभी कभी हंसती हैं और हंसाती हैं. और दबी आवाज़ में बताती जाती है चटनी अचार और मूंगफलियाँ कैसे तैयार करना है. और उसके बेस्वाद के बारे में भी कहा जाता है. और ये मसाला कैसे शीघ्र बनाना चाहिए, उसका रहस्य क्या है, और उसके लिए उपदेश भी देते हैं. सारी इन तकलीफ़ों के समय पर दूसरों को ध्यान भी नहीं जाता है. नेक्स्ट स्टैंजा. आंखों के नीचे धीरे धीरे जिसके पसर जाते हैं साए और गर्भ से रिश्ते हैं महीनों चुपचाप खून के आंसू से 40 के आसपास के अकेलेपन के उन काले कतई चकतों का मौसियों के वैदिक में एक ही इलाज है, हंसी और काली पूजा और पूरे मोहल्ले की अम्मागिरी. आंखों के नीचे धीरे धीरे जिसके पसर जाते हैं साए, पसर जाना ना व्यापिक्या फैलना,
साय എന്ന് പറഞ്ഞാൽ ചായ. ധീരെ ധീരെ ഉസ്കി ചായ ആകം കെ നീച്ചെ വ്യാപ്ത് ഹോത്തി ഹി. പതുക്കെ പതുക്കെ വരുന്ന ഈ ആൻറ്റിമാരുടെ നിഴലുകൾ കണ്ണിൻ്റെ അടിയിൽ വ്യാപിച്ച് കിടക്കുന്നതായിട്ട് കാണാം. और गर्भ से रिश्ते ही महीनों चुपचाप. അപ്പോൾ അമ്മായിമാരെക്കുറിച്ചുള്ള ഓർമ്മകൾ, അതുപോലെ തന്നെ മഹീനോ ചുപ് ചാപ്പ് ഗർഭ് സേ റിസ്തേ ഹി, മാസങ്ങളോളം അവിടെ മിണ്ടാതെ ഗർഭ് സേ റിസ്തേ, ആ പറയണ ഗർഭയ്ക്ക് ആലസ്യസേ ബിതാത്തി ഹി, ആ ഗർഭത്തിൻ്റെ ക്ഷീണവുമായിട്ട് മാസങ്ങളോളം അങ്ങനെ കഴിഞ്ഞു കൂടുകയാണ്. വീണ്ടും പറയണേ खून के आंसू से 40 के आसपास के अकेलेपन के उन काले कतई चक्तों का मौसम के वैदिक में एक ही इलाज है. इलाज എന്ന ട്രീറ്റ്മെൻറ്റ്, ചികിത്സ. എന്താ പറയണ 40 के आसपास के अकेलेपन के शिकार है ये मौसिया. ഒരു 40 വയസ്സ് പ്രായം വരുന്ന, അല്ല ഏകദേശം 40-നോടടുത്ത ഏകാന്തമായിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അതിൻ്റെ എല്ലാം ഇരകളാണ് ഈ അമ്മായിമാർ. അവർ വളരെ കഷ്ടപ്പെട്ട് ഇവിടെ ഓടി വരുന്നുണ്ട്. കുറച്ച് നേരത്തെങ്കിലും ഒരു ആശ്വാസമായിട്ട് അതിന് വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. ഖൂൻഖി ആസൂസെ അവിടെ പറയുന്നുണ്ട്, അവിടെ അത്രയും കഠിനാധ്വാനം ചെയ്ത് ജീവിച്ചിരുന്നവരാണ്. ഏകദേശം 40ഓളം വയസ്സ് പ്രായമായി അവരിപ്പോൾ അഖേലേപ്പൻ കെ ശിക്കാർ ഹി, ഏകാന്തതയുടെ ഒറ്റപ്പെടലിൻ്റെ ഇരകളാണ് അവരെല്ലാവരും. വീണ്ടും പറയണേ കാലെ കത്തേ ചക്തോം കാ മൗസ്യം കെ വൈദിഗ്മേം. പിന്നെ കാലെ കത്തേ ചക്തോം കാ എന്ന് പറഞ്ഞാൽ കറുത്ത തുണിക്കഷ്ണം പോലെ, തുന്നിപ്പിടിപ്പിച്ച കറുത്ത തുണിക്കഷ്ണം പോലെ. ഇവിടെ പറയണേ ഹാത്സെ ജോടെ കാലെ വസ്ത്രക്കെ ടുക്കടക്കെ സമാൻ, നമ്മുടെ കൈകൊണ്ട് തുന്നിച്ചേർത്ത വസ്ത്രത്തിൻ്റെ കഷ്ണം പോലെ. ഉനക്ക് വൈദിക് മേ ഏക് ഹി ഇലാജ് ഹോത്തി ഹി, അവരുടെ ട്രീറ്റ്മെൻറ്റിലെ ഒരേ ഒരു വൈദ്യത്തിൽ, വൈദിക് എന്ന് പറഞ്ഞാൽ അവരുടെ വൈദ്യത്തിൽ ഏക് ഹി ഇലാജ്, ഒരേ ഒരു ചികിത്സയേ ഉള്ളൂ. അതാണ് ഹസി और കാളി പൂജ. അവർ പൂരെ മഹല്ലയ്ക്ക് അമ്മാഗിരി. അവിടെ പറയുന്ന അവരുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, അതായത് സന്തോഷവതിയായിരിക്കും അല്ലെങ്കിൽ ചിരി എന്നുള്ളതാണ്. പിന്നെ കാളിപൂജ, ഈശ്വര പൂജയാണ് പിന്നെ പറയുന്നത്. അതുപോലെ തന്നെ പൂരെ മൊഹല്ലേക്ക് അമ്മാഗിരി. അമ്മാഗിരി എന്ന് പറഞ്ഞാൽ അമ്മത്വം അല്ലെങ്കിൽ അമ്മത്തരം. ആ ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ആ ഒരു സ്ട്രീറ്റിലെ എല്ലാവരുടെയും അമ്മത്വം എന്ന് പറയുന്നതാണ്. അതായത് അമ്മമാരുടെ ഒരു ആശ്വാസവാക്കുകൾ, ഇതെല്ലാമാണ് അവരുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന സ്റ്റാൻസിൽ പറയുന്നത്, ഇവിടെ ധീരെ ധീരെ ആँखों के नीचे वे व्याप्त होती है, उसकी छाया में वे व्याप्त होती है, फैल जाती है. और महीनों ये लड़कियां गर्भ के आलस्य से बिताती है. ആ ക്ഷീണവുമായിട്ട് ഒരു മാസങ്ങളോളം കഴിഞ്ഞു പോകുന്നുണ്ട്. അതായത് അവിടെ വളരെ കഷ്ടപ്പെട്ട് അത്രയും മാസങ്ങൾ അവർ കഴിഞ്ഞു പോവാണ്. ഒരുപാട് കഷ്ടപ്പാടുകളും ഒരുപാട് ബുദ്ധിമുട്ടുകളുമായിട്ടാണ് അവർ ആ 10 മാസം അല്ലെങ്കിൽ 9 മാസം അവിടെ കഴിഞ്ഞു പോകുന്നത്. അതിനിടയിലാണ് ഈ 40 വയസ്സോളം പ്രായം വരുന്ന ഈ ആൻറ്റിമാരെ ഒറ്റപ്പെടലിൻ്റെ ഏകാന്തതയിൽ നിന്ന്, അതിൻ്റെ ഇരകളായി കിടക്കുന്ന അവരെ പെട്ടെന്ന് ഓടി വരുന്നത്. ये गर्भवती लड़की को सांत्वना देने के लिए, उपदेश देने के लिए भी आती है. काले കത്തൈ ചക്തോം ക മൗസ്യം കെ വൈദിക് മേ. ഇവിടെ പറയുന്നുണ്ട് എന്താണ്, ഹാസ്യ ജോടെ കാലെ വസ്ത്ര കെ ടുക്കടയ്ക്ക് സമാൻ ഉസ് उन मौसम के वैदिक में एक ही इलाज होती है, हंसी और काली पूजा, और उसके साथ ही पूरे महल्ले की अम्मागिरी भी है. അമ്മാഗിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മത്തം അല്ലെങ്കിൽ അമ്മത്തരം എന്ന് പറയുന്നത്. മൊഹല്ലെ എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തിൻ്റെ അവരെല്ലാവരുടെയും പ്രാർത്ഥനകളാണ് പറയുന്നത്. लास्ट स्टैंसा. 20वीं सदी की कूड़ा गाड़ी लेती गई गेट से कोड कर अपने जीवन की कुछ ज़रूरी चीज़ें जैसे मौसीपन, बुआपन, चाचीपन दी अम्मागिरी मग्न सारे भुवन की. 20वीं सदी की कूड़ा गाड़ी, 20वीं 20ാം നൂറ്റാണ്ട്, 20वीं सदी का
സദിക്ക് കൂടാകാടി, കൂടാകാടി എന്നാണ് നമ്മൾ വേസ്റ്റ് കൊണ്ടുപോകുന്ന വണ്ടിയെ പറയുന്നത് കൂടാകാടി, ചവിട്ടുവണ്ടി എന്നൊക്കെ പറയും. ലേത്തി ഗൈ ഗേറ്റ് സെ കോഡ് കർ അപ്പനെ, കോഡിനാന്ന് പറഞ്ഞാൽ ഗേറ്റ് സെ കോഡ് കർ, അതായത് പാടത്തുനിന്ന് അല്ലെങ്കിൽ വയലിൽ നിന്ന് ആഴത്തിൽ കിളച്ചെടുക്കുക. ജീവൻ കി കുച്ച് ജരൂരി ചീസ്, നമ്മുടെ ജീവിതത്തിൽ കുറച്ച് അത്യാവശ്യമായിട്ടുള്ള അനിവാര്യമായിട്ടുള്ള കുറച്ച് വസ്തുക്കളാണ് അവർ കുഴിച്ചെടുക്കുന്നത്. എന്താണത്? മൗസിപ്പൻ, ബുവാപ്പൻ, ചാച്ചി പന്തി, അമ്മാഗിരി. ഇവിടെ 20वीं सदी की സദി തക് ആത്തെ സമയം, 20ാം നൂറ്റാണ്ടിലേക്ക് എത്തുന്നതിനോടൊപ്പം തന്നെ अपने गेट से निकाल कर कूड़ा गाड़ी में डालकर बाहर फेंकती चीज़ों में जो जीवन के लिए अनिवार्य है. നമ്മുടെ 20ാം നൂറ്റാണ്ടിൽ നമ്മൾ വേസ്റ്റ് വണ്ടിയിലേക്ക്, ചവറ്റോട്ടിലേക്ക് വലിച്ചെറിയുന്ന, നമ്മുടെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ ആ വയലിൽ നിന്ന് ആഴത്തിൽ കിളച്ചെടുത്ത് പുറത്തേക്ക് വലിച്ചെറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ജോ ജീവൻ കെ ലിയെ അനിവാര്യ ഹേ, ജോ ജീവൻ കെ ലിയെ ജരൂരി ചീസേം ഹേ, നമ്മുടെ ജീവിതത്തിലെ അനിവാര്യമായിട്ടുള്ള, ഒഴിച്ചുകൂടാൻ പറ്റാത്ത അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് അനിവാര്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്. എന്താണ്? മൗസിപ്പൻ, ബുവാപ്പൻ, ചാച്ചി പന്തി, അമ്മാഗിരി. അമ്മായിത്തരം, അതുപോലെ ഏട്ടത്തിത്തരം, ചിറ്റമ്മത്തരം, അമ്മാഗിരി, അമ്മത്തം അല്ലെങ്കിൽ അമ്മത്തരം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പഴയ കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന കുറച്ച് നല്ല മനുഷ്യത്വത്തിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, എന്തെങ്കിലും കാര്യങ്ങൾ ഓടി വന്ന് അവരെ സഹായിക്കുക തുടങ്ങിയ കാര്യങ്ങൾ. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പക്ഷേ ഇന്നതെല്ലാം വേസ്റ്റ് കുട്ടയിലേക്ക് വലിച്ചെറിയുന്ന അവസ്ഥ, ഇതൊന്നും ഇന്നത്തെ കാലത്തില്ല എന്നാണ് പറയുന്നത്. ഇത് പണ്ട് ഉണ്ടായിരുന്ന കുറേ കാര്യങ്ങളാണ്. അതായത് എല്ലാ കാര്യങ്ങൾക്കും ഓടി വന്നിരുന്ന കുറച്ച് ആളുകൾ, ഏകദേശം 40 വയസ്സിൻ്റെ പ്രായത്തിൽ, ഏകദേശം ആ ഒരു പ്രായത്തോടടുത്ത കുറച്ച് ആളുകൾ, സ്ത്രീകൾ, എന്ത് വിശേഷ വാർത്ത കേട്ട് കഴിഞ്ഞാലും അവരെ കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് അവരെ കാണാനായിട്ട് ഓടി വരുന്നു. അതെങ്ങനെയെല്ലാം കാര്യങ്ങൾ നീക്കാം, അല്ലെങ്കിൽ ഗർഭത്തിൻ്റെ ആലസ്യത്തെയും ക്ഷീണത്തിൽ നിന്ന് എങ്ങനെ മോചനം നേടാം, അതിനുള്ള കാര്യങ്ങൾ, പെട്ടെന്ന് സാധനങ്ങൾ ഉണ്ടാക്കാൻ എങ്ങനെ പറ്റും, മസാലകൾ എങ്ങനെ തയ്യാറാക്കാൻ പറ്റും, അതിൻ്റെ രഹസ്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു, വീട് വൃത്തിയാക്കി കൊടുക്കുന്നു, മുടിയുടെ കെട്ടഴിച്ചു കൊടുക്കുന്നു. ഒപ്പം തന്നെ ജീവിതത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നുണ്ട്, ഈ മൗസിയ ബാരിസ് മേ ധൂപ് കി തര ആത്തി എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് ഒരു മഴയുടെ ഇടയിൽ വെയിൽ പിറക്കുന്നത് പോലെ, മഴയുടെ ഇടയിൽ കൂടി ഒരു വെയിൽ തെളിഞ്ഞ് വരുന്നത് പോലെയാണ് പെട്ടെന്ന് അവർ ഓടി വരികയും പെട്ടെന്ന് അവർ പോവുകയും ചെയ്യും. കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിച്ചവർ പോകുന്നൊരവസ്ഥ. പക്ഷേ അത് പണ്ടത്തെ കാലത്തായിരുന്നു. ഇന്ന് ആ ബന്ധങ്ങളൊക്കെ അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നത്. ഇപ്പോൾ അവർ 40 വയസ്സിൻ്റെ പ്രായത്തിലുള്ള അവർ ശരിക്കും പറയുകയാണെങ്കിൽ ഒറ്റപ്പെടലിൻ്റെ ഇരകളായിട്ട് മാറിയിരിക്കുകയാണ്. പക്ഷെ അവരുടെ ഉള്ളിൽ ഒരേ ഒരു ചികിത്സയുള്ളൂ. അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് അല്ലെങ്കിൽ സന്തോഷം കിട്ടാനായിട്ട് ഒരേ ഒരു രഹസ്യമുള്ളൂ. അവർ പറയുന്നുണ്ട്, ഹസി ഹേ, ഹസ്തി ഹേ, ഹസാത്തി ഹേ, ഹിസ്സെ സുനാത്തി ഹേ, പരിഹാസ് കർത്തി ഹേ, കുറേ കാര്യങ്ങൾ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിനു വേണ്ടിയിട്ട് അവർ ഓടി വരുന്ന അവരുടെ ചികിത്സ എന്ന് പറയുന്നത് ഏക് ഹി ഇലാജ് ഹേ, ഒരേ ഒരു ചികിത്സയുള്ളൂ. ആ ചികിത്സ നമ്മൾ പറഞ്ഞത് ഹസി और കാളി പൂജ और उसके साथ ही पूरे मोहल्ले की അമ്മാഗിരി भी साथ है. എല്ലാ അമ്മമാരുടെയും പ്രാർത്ഥന. പക്ഷേ ये 20वीं सदी आते समय ये सब കൂടാഗാടി में डालकर बाहर फेंकती है, വേസ്റ്റ് കുട്ടയിലിട്ട് പുറത്തേക്ക് വലിച്ചെറിയുന്ന അവസ്ഥ. അതായത് जो जीवन के लिए ज़रूरी बातें भी, ज़रूरी चीज़ें भी, ये मौसीपन, बुआपन, चाची बंदी और अम्मागिरी, ये सब सारी भुवन की अम्मागिरी. നമ്മുടെ ഈ ഭൂമിയിൽ എല്ലാവരും, അതായത് മാതൃത്വം അല്ലെങ്കിൽ ഭ്രാതൃത്വം, സാഹോദര്യം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണെന്ന് പറയുന്നതാണ്, വളരെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ്. ജൈസെ മൗസിപ്പൻ, ബുവാപ്പൻ, ചാച്ചി പന്തി, അമ്മാഗിരി. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളെങ്കിലും കുറിച്ച് ജരൂരി ചീസ് എന്ന് പറയുന്നതാണ് മൗസിപ്പൻ, ബുവാപ്പൻ, ചാച്ചി പന്തി, അമ്മാഗിരി. मग्न सारे भुवन की, अदायद सारे भुवन की अम्मागिरी, ये भी हमारे लिए अनिवार्य चीज़ है. लेकिन आज मातृत्व, भातृत्व आदि का महत्व आज के युग में कमज़ोर हो रही है.
പക്ഷെ നമ്മുടെ ഇന്നത്തെ പുതിയ കാലഘട്ടത്തിൽ ഈ മാതൃത്വം എന്ന് പറയുന്നത്, സാഹോദര്യം എന്ന് പറയുന്നത്, ഇതെല്ലാം അതിൻ്റെ മഹത്വമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നത്. ഇവിടെ മാനവികത യാ മനുഷ്യത ബി കം ഹോ രഹാ ഹെ. യാ സംബന്ധം സെ പൈദാ ഹുവ, അത് നമ്മുടെ ബന്ധങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്ന, കുടുംബ ബന്ധങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്ന, പരിവാർ കെ സംബന്ധം സെ പൈദാ ഹുവ മനുഷ്യത ബി കം ഹോ രഹാ ഹെ. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ 20-ാം നൂറ്റാണ്ട് എത്തിയോട് കൂടിയിട്ട് നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന സ്നേഹം, അതുപോലെ തന്നെ നമ്മുടെ ബന്ധങ്ങളിൽ വിള്ളൽ വന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യത്വം എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ആജ് മനുഷ്യത ബി നഷ്ട ഹോ രഹാ ഹെ, നമ്മുടെ മനുഷ്യത്വം എന്ന് പറയുന്നത് അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സംബന്ധം സേ മനുഷ്യത കം ഹോത്താ ഹെ, നമ്മുടെ ബന്ധങ്ങളിൽ നിന്ന് മനുഷ്യത്വം എന്ന് പറയുന്നത് കം ഹോത്താ ജാ രഹാ ഹെ, അവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ ആജ് യാന്ത്രിക ജീവൻ ബിതാ രഹേ ഹെ, മനുഷ്യനിപ്പോൾ യാന്ത്രികമായിട്ടുള്ളൊരു ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. കുടുംബ ബന്ധങ്ങൾക്ക് ഒരു മൂല്യമില്ല എന്ന് പറയുന്നത്. സംബന്ധം കം പരമ്പരാഗത മൂല്യ കം ഹോ രഹി ഹെ, അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ ആജ് യാന്ത്രിക ജീവൻ ബിതാ രഹി ഹെ, അല്ലെങ്കിൽ യാന്ത്രിക ജീവൻ കെ പീച്ചെ ഹോ രഹേ ഹെ. എല്ലാം ഒരു യാന്ത്രികമായിട്ടുള്ള ജീവിതമാണ്. അവിടെ ബന്ധങ്ങൾക്ക് വിലയില്ല എന്ന് പറയുന്നത്. यहाँ मातृत्व और भातृत्व आदि का महत्व नवयुग में कमज़ोर हो रही है. നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ, പഴയ കാലഘട്ടത്തിൽ ഇത് വളരെയധികം ഉണ്ടായിരുന്നു. കൂട്ടുകുടുംബമായിരുന്നു, എല്ലാവരും സ്നേഹത്തോടെ കഴിഞ്ഞിരുന്നൊരു കാലഘട്ടമാണ്. എന്ത് വിശേഷം ഉണ്ടായാലും ആ വാർത്ത കേട്ട് കഴിഞ്ഞാൽ ഓടി വന്നിരുന്നവരാണ്, ഒരുപാട് സഹായങ്ങൾ ചെയ്തിരുന്നതാണ്. പക്ഷേ ഇന്ന് ആ ബന്ധങ്ങളൊക്കെ കുറഞ്ഞു. അവർ ഓടി വരുമ്പോൾ അവരുടെ ഉള്ളിൽ ചിരിപ്പിക്കാനായിട്ട്, സന്തോഷിപ്പിക്കാനായിട്ട് ഭക്തിയുടെ, പ്രാർത്ഥനയുടെ, അതായത് ആ ഒരു പ്രദേശത്തിൻ്റെ തന്നെ പ്രാർത്ഥന, അമ്മമാരുടെ പ്രാർത്ഥന, അതെല്ലാം കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അതായിരുന്നു അവരുടെ ട്രീറ്റ്മെൻറ്റ്. ഇതിൽ നിന്നെല്ലാം എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും കരകയറാനുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അതായിരുന്നു. ഇന്നതെല്ലാം വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് വലിച്ചെറിയുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പോയി എന്ന് പറയുന്നത്. ബന്ധങ്ങൾക്ക് വിലയില്ല. അപ്പോൾ നമുക്കിതിൻ്റെ സമ്മറി ഒന്ന് നോക്കാം. അനാമിക എഴുതിയ ചെറിയൊരു കവിതയാണ് മൗസിയ. ആദ്യത്തെ പ്രഗ്നൻ്റ് ആണെന്നുള്ള ആ വിശേഷ വാർത്ത, ആ സന്തോഷ വാർത്ത അറിയുമ്പോൾ ഓടി വന്നിരുന്ന ഒരു വിഭാഗം ആളുകളാണ് ഈ മൗസിയം എന്ന് പറയുന്നത്. ഇവിടെ അനാമികയുടെ ഈ കവിതയുടെ സമ്മറി നമുക്ക് നോക്കാം. आधुनिक हिंदी काव्य जगत में नारीवादी कवयित्री के रूप में अनामिका प्रसिद्ध है. नव सामाजिक जीवन में युगों से रूबाहित संबंधों को सत्यानाश हो रहे हैं. मातृत्व, भ्रातृत्व, मौसीपन, बुआपन, चाचीपंदी आदि मानवीय गुणों की कमी हो रही है. कवयित्री की एक नारीवादी रचना है मौसिया. लड़की गर्भवती हो जाने की खबर मिलते ही अचानक बारिश के बीच में आए धूप की तरह थोड़े समय के लिए ये मौसिया आती है. अपने हाथ के बुने हुए स्वेटर, तिल के लड्डू और साड़ी लेकर वे आती है. पहले गर्भ की खबर सुनकर झूला झुलाने के लिए, गर्भ के अंतरिम रपट सुनाने के लिए, ग्रह चक्र बताने के लिए और गर्भकाल के आलस्य को निपटाने का सलाह देने के लिए, गर्भकाल के आलस्य को दूर करने की सलाह देने के लिए वे आती है. वे लोग घर में आकर जाले झाड़ती हैं, बक्से साफ करती है, मेहनत से आसपास साफ करती है, बाल ठीक करती है और छोटी भी ठीक कर देती है. कभी डांट कर देती है कि हे पगली, तो क्या सोच विचार में है. बालों की गांठ तक ठीक तरह से निकालती नहीं. बालों के बहाने से वे जीवन की गांठें सुलझाती हैं. कभी परिहास करते हैं, कभी कहानी या किस्से सुनाती है, कभी वे हंसाती हैं, दबी हुई आवाज़ में बताती है चटनी, अचार, मूंग बढ़िया आदि शीघ्र या जल्दी कैसे तैयार करना है, उसका रहस्य भी बताती है. बेसौद के बारे में भी उपदेश मिलता है. सभी मसाले के रहस्य भी बताती है.
और उसका नुस्खा भी देती है। सारी उन तकलीफ़ों पर दूसरों का ध्यान भी नहीं होता। धीरे धीरे उसकी छाया आँखों के नीचे फैल होती है, व्याप्त होती है। महीनों चुपचाप गर्भ के आलस्य में बिताती है। गर्भ के आलस्य में बिताती है। 40 के आसपास रहते हुए लोग अकेलेपन का शिकार हैं। हाथ से जोड़े काले वस्त्र के टुकड़े के समान उनके वैदिक में एक ही इलाज है, ये हंसी और काली पूजा है, और साथ ही पूरे मोहल्ले की अम्मागिरी भी है। 20वीं सदी तक आते आते अपने गेट से कोड़कर या निकाल कर कूड़ा गाड़ी में डालकर बाहर फेंकती हुई चीज़ों में जो जीवन की कुछ अनिवार्य चीज़ भी है, ये है मौसीपन, बुआपन, चाचीबंदी और सारी बुवन की अम्मागिरी। यहाँ इस कविता में कवित्री कह रही है, मातृत्व, भ्रातृत्व आदि का महत्व आज के युग में कमज़ोर हो रहा है और संबंधों से पैदा हुआ मानविकता भी या मनुष्यता भी आज कम हो रहा है, मनुष्यता नष्ट हो रहा है। यहाँ कविता का विषय संबंधों का परंपरागत मूल्य, नए समाज का यांत्रिक जीवन और नष्ट हुई प्रथाएं। यहाँ विषय है, कविता की विषय है, അത് നമ്മുടെ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ബന്ധം അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള മൂല്യങ്ങൾ കുറഞ്ഞു വരിക കുടുംബ ബന്ധങ്ങളിൽ. അതുപോലെ നമ്മുടെ പുതിയ സമൂഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം എന്ന യാന്ത്രികമാണ്. എല്ലാത്തിൻ്റെയും പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുക, നമ്മൾ സൗകര്യങ്ങളുടെ പിന്നാലെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സ്നേഹബന്ധങ്ങൾക്ക് വിലയില്ലാതെ വേണം. അതുപോലെ കുറേ ആചാരങ്ങളുണ്ടായിരുന്നു പണ്ടത്തെ കാലത്ത്. ആ ആചാരങ്ങൾ സമ്പ്രദായങ്ങളൊക്കെ അവിടെ നഷ്ടപ്പെടണം. നഷ്ടഹുയി പ്രദായം രീതി റിവാസ് ആചാരം. അതുപോലെ തന്നെ ആ മനുഷ്യത ബി നഷ്ടമായി. ഇവിടെ മനുഷ്യത്വം എന്ന് പറയുന്നത് പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ബന്ധങ്ങളും അവിടെ ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കവിതയിൽ നമ്മുടെ കവയിത്രി പറയുന്നത്. അനാമിക സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു കവയിത്രി കൂടിയാണ്. ഓക്കെ, താങ്ക് യു.